പ്രകൃതി എന്നത് ചിലപ്പോ ഒരു പിടി തരാത്തൊരു പുള്ളി തന്നെയാണ്. പറയാം. അങ്ങനെ നേരം പുലർന്നു. ഷോളയാറിൽ കാലത്തെ എണീറ്റ് അവിടെ പുറകിലുള്ള ആ ചെറിയ ജനാല വഴി നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അയ്യോ, നമ്മൾ മുൻഭാഗത്ത് കയറിയത് ബേസ്മെന്റ് ആയിരുന്നല്ലോ. പുറഭാഗത്ത് ഈ ഒരു ചെറിയ ജനാല വഴി നോക്കുമ്പോഴത്തേക്കാണ് ഒരു ബേസ്മെന്റും അവിടെ കാണാനില്ല. കാരണം അവിടെ കൊക്കയാണ്. അവിടെ മേളിലേക്കും താഴത്തേക്കും ഇനിയും ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. പുറകുവശം രാവിലെ ഇറങ്ങി കണ്ണും തിരുമ്മി ആരും ഇറങ്ങി നടന്നു പോകാതിരിക്കാൻ ഒരു വാതിൽ വെക്കാൻ ഏതായാലും നന്നായി. തലേന്ന് രാത്രി പുതപ്പും അത്യാവശ്യം വേണ്ട ബാഗ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം പിന്നെ എല്ലാ ബാഗുകളും വണ്ടിയിൽ നിറക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയായി. ഇന്നലത്തെ 2 കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. തിരിച്ചു വരാൻ നേരം ആ ചെക്ക് പോസ്റ്റിന്റെ കുറച്ച് ദൂരെ കഴിഞ്ഞ് ഉള്ളിലേക്ക് 1-2 കടകളും കുറച്ച് ആൾക്കാരൊക്കെ അതുവഴി ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ ആ സൈഡിലേക്ക് അങ്ങോട്ട് മൃഗങ്ങൾ ഒരുപാട് അറ്റാക്ക് ചെയ്യാൻ വരില്ലായിരിക്കാം. അതുകൊണ്ടാണല്ലോ, അവിടുത്തെ ആൾക്കാർക്ക് അറിയാമല്ലോ. എന്തായാലും അടുത്ത ദിവസമായി. ഇനിയിപ്പോ നമുക്ക് ഡാമൊക്കെ കണ്ടിട്ട് പോയാൽ മതി അല്ലേ? അഫ്കോഴ്സ്. അങ്ങനെ നമ്മൾ പോയി കണ്ടു ഷോളയാർ ഡാം. എന്നിട്ട് നമ്മൾ പോയി വീണ്ടും മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വഴി ഫോറസ്റ്റിലേക്ക്. 60 കിലോമീറ്റർ ആ ഡീപ് ജംഗലിലൂടെ നമ്മൾ യാത്ര ചെയ്തുവെങ്കിലും ആ കാട് സ്വന്തമാക്കിയ ഒരുത്തൻ പോലും അവരുടെ ആ ദർശനം നൽകാനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഒരുത്തനെയും കാണാൻ പറ്റിയില്ല. സാരല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പോട്ടെ. അങ്ങനെ തുടർന്നു നമ്മുടെ രസകരമായ യാത്ര. തലേ ദിവസം രാത്രി വീട്ടിലെത്തേണ്ട നമ്മൾ അടുത്ത ദിവസം പതുക്കെ രസിച്ചങ്ങോട്ട് പോയതുകൊണ്ട് വൈകിട്ട് 4 മണിക്കാണ് വീട്ടിലെത്തിയത്. അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സ്നേഹം നിറഞ്ഞ അങ്കിളും ആൻറ്റിയും. ഭക്ഷണമൊക്കെ ഒരുക്കി അവിടെ എത്തിയിട്ടാണ് ഉച്ചയോണ് കഴിച്ചത്. ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കുന്ന കൊച്ചി കാണാൻ ഈ പ്രാവശ്യം പ്രധാന ഉദ്ദേശം. മാത്രമല്ല കേട്ടോ, വരാപ്പുഴ, ഫോർട്ട് കൊച്ചി, കോട്ടയം ഇവിടെയൊക്കെ സ്നേഹത്തോടെ കാത്തു നിൽക്കുന്ന കുറച്ച് ബന്ധുക്കളുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ സന്ദർശിക്കാനും കൂടെ തന്നെയാണ്. കേരളത്തിൽ എത്തിയ ശേഷമുള്ള വിശേഷമാവാം അടുത്ത വീഡിയോ. ദിസ് ഇസ് ഗോഡ്സി ഫ്രം ഗോഡ്സിസ് മോഷൻ മലയാളം. കാണാട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്, അയ്യോ, കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.